നമസ്കാരം, വെൽക്കം ടു സിഗ്മ ജൂവൽ. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്കോ 9ാം ക്ലാസ്സിലേക്കോ ആണ് ഇനി പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ, നിങ്ങൾ മാത്സ് വളരെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഈ ഒരു സെക്ഷനിലൂടെ വളരെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു വെക്കേഷന് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആ മക്കളെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ പാർട്ട് 1 നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ആ മക്കളെ പറയാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്, നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മള് എണ്ണാൻ ഉപയോഗിക്കുന്ന ആ ഒരു നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു നമ്പറിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മള് ഈ ഒരു കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ആ മക്കളെ അത് എന്ന് പറയുന്നത്. ഇനി അവരെ നമ്മൾ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, എന്നാണ് പറയുന്നത്. അതില് ഒന്നാമത്തെ ആൾക്കാരാണ് ആ മക്കളെ ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അവരെ ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ആ മക്കളെ പറയാ ഒറ്റ സംഖ്യകൾ എന്നാണ് പറയാ. നാച്ചുറൽ നമ്പേഴ്സിനെ പറയാ എണ്ണ സംഖ്യകൾ എന്നാണ് പറയാ. ഓഡ് നമ്പേഴ്സിനെ പറയാ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയും. ഇവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഇങ്ങനെ ബേസിക്കലി 2 രീതിയിലാണ് ആ മക്കളെ ആദ്യമായിട്ട് അവരെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇനിയാണ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മക്കളെ ഒറ്റ സംഖ്യ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? 1, 3, 5, 7 അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 7, 9, 11 അങ്ങനെ പോകുന്ന ആൾക്കാരെയാണ് മക്കളെ നമ്മൾ സാധാരണ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഒറ്റ എന്ന് പറയാൻ കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കിയാടാ മക്കളെ, ഇപ്പൊ എന്റെ കയ്യില് ഇപ്പൊ ഇവിടെ ഒരു 3 മിഠായി ഉണ്ട് വിചാരിക്കാം. അപ്പൊ ഈ 3 മിഠായിനെ ഞാൻ 2 ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുമ്പോ സെന്ററിൽ ഒരാള് എന്താ പറയാ ഒരൊറ്റ ആള് ബാക്കിയായിട്ട് വരും. ഇനി അതല്ല 5 ആണെന്ന് വിചാരിക്കുക, എന്റെ കയ്യിൽ 5 മിഠായി ഉണ്ട് വിചാരിക്കുക. 2, 3, 4, 5 മിഠായി ഉണ്ട് വിചാരിക്കും. ഇതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുമ്പോ ഞാൻ നോക്കിയടാ മക്കളെ, ഇവിടെ 2 മിഠായി വരും, ഇവിടെ 2 മിഠായി വരും. ബാക്കി ഒറ്റയായിട്ട് ഒരാള് മാത്രം നമുക്ക് ഇവിടെ നിന്നാണ് പറയാ ഒറ്റയായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനത്തെ സംഖ്യകളാണ് ആ മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. 1, 3, 5, 7, 9 ഈ പറഞ്ഞ ആ അക്കങ്ങളിൽ അവസാനിക്കുന്ന ആൾക്കാര് അവരെയാണ് നമ്മൾ സാധാരണ ഒറ്റസംഖ്യകൾ എന്ന് പറയാ. 1, 3, 5, 7, 9 തുടങ്ങിയ ഇതാണ് അവയുടെ അവസാനത്തെ അക്കങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് പറയൂടാ മക്കളെ ഒറ്റസംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി അടുത്ത ഇവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോ, അപ്പൊ ഈ ഇവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 2, 4, 6, 8, 0 ഇതാണ് അവസാനം വരുന്നതെന്നുണ്ടെങ്കിൽ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയാ ഇരട്ട സംഖ്യ എന്ന് പറയാ. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നോക്കിയാൽ എന്റെ കയ്യിൽ 2 മിഠായി ആണല്ലോ വിചാരിക്കുക, എനിക്ക് അതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇനി അതല്ല എന്റെ കയ്യിൽ 4 മിഠായി ഉണ്ട് വിചാരിക്കണ മക്കളെ, 4 മിഠായി ഉണ്ടെങ്കിൽ ഇതാ കണ്ട 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു ഇരട്ട സംഖ്യകൾ ഇങ്ങനെ മനസ്സിലാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മള് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഇവൺ നമ്പേഴ്സ് എന്ന് പറയും. ഇനി അവസാനത്തെ അക്കങ്ങൾ 1, 3, 5, 7, 9 ആണെങ്കിൽ അവരെയാണ് ആ മക്കളെ നമ്മൾ എന്തെന്ന് പറയാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു വര വരച്ചിട്ട് അവിടെ ഞാൻ നോക്കിയാടാ മക്കളെ കുറച്ച് വരകൾ ഇങ്ങനെ കുറുകെ വരച്ചിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പോവാ. 0, 1, 2, 3, 4, 5 കൊണ്ട് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആൾക്കാരെ അവരെയാണ് ഞാൻ എന്ത് പറഞ്ഞത് ഈ പറഞ്ഞ ആൾക്കാരെയാണ് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഈ ആൾക്കാരെയാണ് ആ മക്കളെ ഞാൻ എന്തെന്ന് പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞത്. ഇനി അതിന് മുന്നേ പറഞ്ഞ ആളാണ് ആ മക്കളെ ആരെന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത്. 0-നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്തെന്നാണ് പറയാ ന്യൂനസംഖ്യകള് അല്ലെങ്കിൽ എന്തെന്നാ പറയാ നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറയാ. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറയാ. അപ്പൊ ഇങ്ങനെയാണ് ആ മക്കളെ നമ്മൾ സാധാരണ ഒരു നമ്പർ ലൈൻ മാർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഒരു വര വരയ്ക്കുന്നു, കുറച്ച് വരകൾ കുറുകനെ ഇങ്ങനെ വരച്ചിട്ട് അതിൽ 0, 1, 2, 3, 4, 5 അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഈ ഒരു നമ്പർ ലൈനിലെ പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കിയാണ് മക്കളെ ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഈ കാണുന്ന സ്ക്രീനിൽ ഇത് ലെഫ്റ്റും ഇത് എന്താണ് ആ മക്കളെ വരുന്നത് റൈറ്റും ആയിട്ടാണ് വരുന്നത് ഇല്ലേ. ഇത്
ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോക്കിയാടാ മക്കളെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എന്താണ് മക്കളെ ഉണ്ടാവുന്നത്? 5 4 3 2 1 എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്പേഴ്സ് എന്താ ചെയ്യണത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത്. ഓർമ്മയിൽ വെക്കുക, നമ്പർ ലൈനില് വലത്തു നിന്നും ഇടത്തോട്ട് പോകുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പേഴ്സ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് എന്തായിരിക്കും മക്കളെ? ഇതാ ഇവിടെ നോക്കിയൊക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഇവിടെ എന്താണ് മക്കളെ ഉണ്ടാവുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോവാണ് ചെയ്യണത്. അതൊന്ന് ഓർമ്മയിൽ വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു നെഗറ്റീവ് നമ്പേഴ്സിന്റെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണുള്ളത്. 0-നേക്കാൾ വലുതായിട്ടുള്ള ആൾക്കാരെ അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. 0-നേക്കാൾ ചെറുതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് പറയാ? നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്നാണ് പറയാ. അപ്പൊ ഇവരുടെ കൂട്ടലും കുറയ്ക്കലും കുറച്ച് ഗുണിക്കലും ഹരിക്കലും ഇതാണ് ബേസിക്കലി നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, നമ്മള് ഇവിടെ നോക്കിയേ, 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നോക്കിയടാ മക്കളെ, ഒരു പോസിറ്റീവ് നമ്പറും കൂടിയിട്ടാണ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്താ പറഞ്ഞത് ഞാൻ? ഒരു പോസിറ്റീവ് നമ്പറും കൂടിയിട്ടാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നാടാ മക്കളെ പറഞ്ഞത്? ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും വരിക. അതുപോലെ ഒരു നെഗറ്റീവ് നമ്പറും കൂടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ ആൻസർ എന്തായിരിക്കും വരിക? നെഗറ്റീവ് തന്നെ ആയിരിക്കും വരിക. ഇനി ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും തമ്മിലാണ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ തമ്മിൽ കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ചേർക്കാനാ പറയണത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രേറ്റസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ കുറയ്ക്കുക. അതിനുശേഷം ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ സൈൻ എന്താണോ അത് നമ്മൾ അവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു റൂള് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മള് കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ടോ മക്കളെ? ഇതാ നോക്കി നോക്കിയേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? 5 + 8 എന്ന് പറയുന്നതായിരുന്നു. 5 + 8 എന്ന് പറയുന്നതായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാടാ മക്കളെ, ഇവിടെ ഈ 2 നമ്പറും എന്തിനാടാ മക്കളെ വരുന്നത്? ഇതും പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് അതിസംഖ്യയാണ്, ഇതും അതുപോലെ എന്തിനാണ് മക്കളെ വരുന്നത്? അതിസംഖ്യയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണ് നമ്മൾ ചെയ്യുക? വെറുതെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 5 + 8 എത്രയാണോ മക്കളെ വരിക? 5 + 8 എത്രയാ വരിക? 13 അല്ലേ വരിക അല്ലെ? അപ്പൊ നമുക്ക് 13 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇതാ നോക്കിയാടാ മക്കളെ, -5 + -8 ഇല്ലേ? ഇതും നെഗറ്റീവ് നമ്പർ ആണ്, ഇതും നെഗറ്റീവ് നമ്പർ ആണ് ഇല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും, അതായത് ഇതാ നോക്കിയാടാ, -5 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ഇതെന്താണ് വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആയതാണ്. 2 നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? വെറുതെ ജസ്റ്റ് ആഡ് ചെയ്യുക, നെഗറ്റീവിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. 5ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 13 ആണ് വരിക. ആൻസർ എന്ന് പറയുന്നത് -13 ആയിരിക്കും വരിക. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? -13 ആയിരിക്കും വരിക. ഇനി ഇതാ നോക്കിയടാ മക്കളെ, 5 + -8 ഈ ഒരു ചോദ്യത്തിൽ ഇതാ നോക്കിയടാ മക്കളെ, ഇവിടെ 5 എന്ന് പറയുന്നത് പോസിറ്റീവും ഈ -8 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരെ തമ്മിലാണ് മക്കളെ നമ്മളിപ്പോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരെ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. അതല്ലേ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, 8ന്ന് 5 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ മക്കളെ വരിക? 8ന്ന് 5 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ആണ് വരിക. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ എത്രയാണോ മക്കളെ വരിക? മൈനസ് ആണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരിക? -3 ആയിരിക്കും വരിക. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, -5 + 8. ഇവിടെ നോക്കി, ഒരു നമ്പർ നെഗറ്റീവ് മറ്റേ നമ്പർ പോസിറ്റീവ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത്? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. 8ന്ന് 5 പോകുമ്പോ എത്രയാണ് മക്കളെ വരിക? 3 ആണ് വരിക അല്ലേ? 8ന്ന് 5 പോകുമ്പോ 3 ആണ് വരിക. ഇതവിടെ വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത്, വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 8ന്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? +3 ആയിരിക്കും വരിക. ഈ പറഞ്ഞ കാര്യം മാത്രം എന്റെ മക്കൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഇനി നമ്മള് ഇവര് നമ്മളുടെ സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ, കുറയ്ക്കുമ്പോ എന്താണ് നിയമം എന്നുള്ളതാണ്. പിന്നെ മക്കളെ, കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് കൂട്ടുക എന്നാ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, ചിഹ്നം മാറ്റി കൂട്ടിയാൽ മതി എന്നാ പറയണത്. അപ്പൊ അതാണ് കുറയ്ക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് മക്കളെ പറയാൻ പോകുന്നത്. അപ്പൊ 5 - 8 5 - 8 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലടാ, നമ്മൾ നോക്കിയേ, ആദ്യത്തെ നമ്പറിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി 5. ഈ മൈനസ് എന്നുള്ള ചിഹ്നം മാറ്റിയിട്ട് ഞാൻ എന്താക്കി മാറ്റിയിടാ മക്കളെ? പ്ലസ് ആക്കി മാറ്റി. ഇനി ഈ മൈനസ് ഒഴികെ, അതായത് ഇതൊഴികെ ബാക്കി കിടക്കുന്ന ആള് എന്തായിരുന്നു മക്കളെ? ബാക്കി എടുക്കുന്ന ആൾ എന്തായിരുന്നു? 8 ആയിരുന്നില്ലേ? അതിന്റെ സൈൻ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. ഈ പറയുന്ന ആളുടെ സൈൻ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. അതിന്റെ ചിഹ്നം ഞാൻ മാറ്റാൻ പോവാണ്. അപ്പൊ എത്രയായിരിക്കും മക്കളെ വരിക?
-8 എന്ന് പറഞ്ഞിട്ട് എഴുതാം ഇല്ലേ. ഇപ്പൊ 5 + -8 എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന ആള് എന്താണ് മക്കളെ, ഇവിടെ കിടക്കുന്ന ആള് നെഗറ്റീവ് പോസിറ്റീവും, ഈ ആളെന്താണ് മക്കളെ നെഗറ്റീവ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാർ തമ്മിലല്ലേ കൂട്ടുന്നത്. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാർ കൂട്ടുമ്പോൾ എന്താ പറയുന്നത്, വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടാം. അപ്പൊ 8 ന്ന് 5 പോകുമ്പോൾ എത്രയാടാ മക്കളെ വരിക, 3 അല്ലേ വരിക. ഇവിടെ വലുതിന്റെ ചിഹ്നം എന്താടാ മക്കളെ, മൈനസ് അല്ലേ വരുന്നത്. വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും മക്കളെ വരിക, -3 ആയിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ -5 -8 ഇതല്ലേ വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, ആദ്യത്തെ നമ്പറിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി, -5 അതുപോലെ തന്നെ എഴുതി. ഈ മൈനസിന് പകരം എന്താ നോക്കി, മൈനസിന് പകരം ഞാൻ പ്ലസ് ആക്കി മാറ്റി. അതിനുശേഷം എന്താ നോക്കിയാടാ മക്കളെ, ഇതൊഴികെ ഈ മൈനസ് ഒഴികെ ഇവിടെ ബാക്കി എടുക്കുന്ന ആളാരായിരുന്നു ഇവിടെ മക്കളെ, ബാക്കി എടുക്കുന്ന ആളാരായിരുന്നു -8 ആയിരുന്നു. അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോ -8ന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും മക്കളെ, +8 ആയിട്ട് മാറുമില്ലേ. അപ്പൊ ഇതാ നോക്കിയടാ, ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടെ എങ്ങനെയായിരിക്കും വരിക, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാ നോക്കിയേ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിലാണ് കൂട്ടുന്നത്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് മക്കളെ പറയാ, വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടാ. അപ്പൊ 8 ന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാടാ മക്കളെ വരിക, 3 ആണ് വരിക. വലുതിന്റെ ചിഹ്നം എത്രയാടാ മക്കളെ, പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ എന്തുകൊണ്ട് എഴുതാടാ മക്കളെ, എനിക്ക് +3 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആടാ മക്കളെ, 5 - -8 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 5നെ അതുപോലെ തന്നെ എഴുതി, ഈ മൈനസിനെ പകരം പ്ലസ് ആക്കി മാറ്റി. ഇനി ഈ മൈനസ് ഒഴികെ ബാക്കി കിടക്കുന്ന ആൾക്കാർ ഇവിടെ ആരായിരുന്നു മക്കളെ, ഇവിടെ ആരായിരുന്നു, -8 ആയിരുന്നു. ആ -8ന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറൂടാ മക്കളെ, +8 ആയിട്ട് മാറും. അപ്പൊ 5 + 8 എത്രയായിരിക്കും മക്കളെ വരിക, 13 ആയിരിക്കും വരിക. 5 + 8 എത്രയായിരിക്കും വരിക, 13 ആയിരിക്കും. രണ്ട് പോസിറ്റീവ് നമ്പർ ആണ്, സിമ്പിൾ ആയിട്ട് ആൻസർ 13 കൊണ്ട് എഴുതാലോ. അടുത്ത ക്വസ്റ്റ്യൻ -5 -8 ഇല്ലേ. അപ്പൊ ആദ്യത്തെ ആളായിട്ടുള്ള -5 അതുപോലെ തന്നെ എഴുതി. ഈ മൈനസിന് പകരം ഞാൻ എന്തിട്ടൂടാ മക്കളെ, പ്ലസ് ഇട്ടു ഇല്ലേ. അപ്പൊ ഞാൻ നോക്കിയടാ, ഈ മൈനസ് ഒഴികെ ബാക്കി ഇവിടെ കിടക്കുന്ന ആളാരായിരുന്നു, ഈ 8ന്റെ സൈൻ എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നില്ലേ. അപ്പൊ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക, -8 എന്ന് കൊണ്ട് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയേ, ആഡ് ചെയ്യാൻ പോകുന്ന രണ്ടാൾക്കാർ എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ജസ്റ്റ് വെറുതെ ആഡ് ചെയ്യുക, അതിനുശേഷം അവർ രണ്ടുപേരും നമ്മൾ ആ ഒരു സെയിം സൈൻ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും മക്കളെ ആൻസർ വരിക എന്ന് പറയുന്നത്, -13 ആയിരിക്കും ആൻസർ വരിക എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ഈ ഒരു ഇന്റീജേഴ്സിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ശരിയാവുന്നേ ഉള്ളൂ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്റീജേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ട് വരുന്നത്, ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതാ നോക്കിയടാ, ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ആയിരിക്കും വരിക. അതുപോലെ നോക്കിയടാ മക്കളെ, ഒരു നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ആയിരിക്കും വരിക. എപ്പോഴാണ് നെഗറ്റീവ് ആൻസർ വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മക്കളെ ആൻസർ എന്തായിട്ട് വരുന്നത്, നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഈ പറയുന്ന കാര്യം മാത്രം എന്റെ മക്കൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഒരേപോലത്തെ സൈനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. വ്യത്യസ്ത സൈനിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും മക്കളെ ആൻസർ എന്തായിരിക്കും വരിക, നെഗറ്റീവ് ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ താഴെ അവിടെ കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. അതവിടെ നോക്കിയേ, 5 × 8 എന്ന് പറയുമ്പോ, അതവിടെ 5 × 8 എന്ന് പറയുമ്പോ അതാ നോക്കിയടാ മക്കളെ, 5 പോസിറ്റീവ് ആണ്, 8 പോസിറ്റീവ് ആണ്. 5 × 8 എത്രയാണോ മക്കളെ വരിക, 5 × 8 എത്രയാ വരിക, 40 അല്ലേ വരിക. അപ്പൊ 40 എന്ന് പറഞ്ഞിട്ട് എഴുതി കൂടെ എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. സൈൻ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ആയിരിക്കും വരിക. അതാ നോക്കിയാ അടുത്തത് -5 × -8 അല്ലേ വരുന്നത്. -5 × -8 എന്ന് പറയുമ്പോൾ രണ്ടും ഒരേപോലത്തെ സൈൻ ആണ്. അപ്പൊ 5 × 8 എത്രയാണോ മക്കളെ വരിക, 40 ആണ് വരിക. ഒരേപോലത്തെ സൈനുകളാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷനിൽ ആൻസർ എന്തായിരിക്കും വരിക, സെയിം ആയിട്ട്. അതുപോലെ എന്താ പറയാ, പോസിറ്റീവ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിന്റെ ആൻസർ 40 ആണെന്ന് കണ്ടു കിട്ടും. നോക്കിയാലോ മക്കളെ, അടുത്തതോ 5 × -8 എന്ന് പറയുമ്പോ, 5 × -8 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക, 5 × -8 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, ഇവിടെയുള്ള ആള് പോസിറ്റീവും ഇവിടെയുള്ള ആൾ എന്താണ് മക്കളെ വരുന്നത്, നെഗറ്റീവ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ 40 എന്ന് പറഞ്ഞു കിട്ടും. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ ആൻസർ എന്തായിരിക്കും പറഞ്ഞത്, മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ എന്താണ് മക്കളെ, നെഗറ്റീവ് ആയിരിക്കും വരിക അല്ലേ. അപ്പൊ അവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരിക, -40 ആയിരിക്കും വരിക. ഇനി അടുത്തത് നോക്കി നോക്കിയേ, അവിടെ -5 എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും, ഇവിടെ 8 എന്ന് പറയുന്നത് എന്താണ് മക്കളെ, പോസിറ്റീവ് ആണ് വരുന്നത്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിലാണ് കുടിക്കുന്നത് ഇല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക, വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കുടിക്കുമ്പോൾ എന്തായിരിക്കും പറഞ്ഞത്, 5 × 8 ചെയ്യുമ്പോൾ 40 ആണ് വരിക. ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ, മൈനസ് ആയിരിക്കും വരിക. അപ്പൊ -40 എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം എന്റെ മക്കൾ എന്താ പറയാ, ഈ പറഞ്ഞ കാര്യം മാത്രം എന്റെ മക്കളൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത്
ഇവരുടെ ഡിവിഷൻ ആണോ മക്കളെ, ഡിവിഷൻ, ഇന്റീജേഴ്സിന്റെ ഡിവിഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നാം നോക്കിയടാ, ഒരു പോസിറ്റീവ് നമ്പർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു റൂള്, ആ സെയിം റൂള് തന്നെയാണ് ആ മക്കളെ ഡിവിഷനും ഉള്ളത്. അതായത് പോസിറ്റീവും ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരേപോലത്തെ സൈൻ ആണെങ്കിൽ നെഗറ്റീവും വരുമ്പോഴും ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും വരിക. ഇനി നാം നോക്കിയാടാ മക്കളെ, ഇവിടെ നോക്കിക്കേ, പോസിറ്റീവും നെഗറ്റീവും, അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ആണ് വരുന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക, നെഗറ്റീവ് ആയിരിക്കും. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മാത്രമാണ് ആ മക്കളെ ആൻസർ എന്തായിട്ട് വരുള്ളൂ, നെഗറ്റീവ് ആയിട്ട് വരുള്ളൂ. ഒരേപോലത്തെ ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അടുത്ത ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതാ മക്കളെ, 20 ഹരിക്കണം 4 ഇല്ലേ, 20 ഡിവൈഡഡ് ബൈ 4. അറിയോ 20 ഹരിക്കണം 4 എത്രയാണ് മക്കളെ വരിക? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ? ആദ്യം തന്നെ അത് അറിയണം വേണ്ടേ? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 5 4 20. ബാക്കി ആൻസർ എന്ന് പറഞ്ഞിട്ട് 5 അല്ലേ, 0 വരും. അപ്പൊ ആൻസർ എന്താ വരിക? 5 ആണ് വരിക. നോക്കിയേ, 20 ഹരിക്കണം 4 എന്ന് പറയുമ്പോ നോക്കി, ഇവിടുത്തെ 20ന്റെ സൈൻ എന്താണ് മക്കളെ? 20ന്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. 4ന്റെ സൈൻ എന്താണ് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും മക്കളെ? ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിരിക്കും. ഒരേപോലത്തെ ചിഹ്നങ്ങളാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ദെൻ അടുത്തത് നോക്കിയാടാ മക്കളെ, ഇവിടെ എന്താ നോക്കിയ, -20ഉം -4 തമ്മിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരേപോലത്തെ ചിഹ്നങ്ങളാണെങ്കിൽ ആൻസർ ഞാൻ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത് മക്കളെ? ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിയാടാ മക്കളെ, 20 എന്ന് പറയുന്നത് പോസിറ്റീവും -4 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരെ തമ്മിലാണ് ഹരിക്കണമെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഞാൻ നെഗറ്റീവ് ആയിരിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക? ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? -5 ആയിരിക്കും വരിക. ഇതിന്റെ ആൻസർ -5 ആയിരിക്കും വരിക. ഇതിന് അടുത്തത് -20 ഡിവൈഡഡ് ബൈ 4 അല്ലെ. ഇവിടെ കിടക്കുന്ന ഈ -20 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ് ഇല്ലേ, ഇത് പോസിറ്റീവ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ആൾക്കാരാവുമ്പോൾ ആൻസർ എന്തായിരിക്കും പറഞ്ഞത്? നെഗറ്റീവ് ആയിരിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക? -5 ആയിരിക്കും വരിക. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? -5 ആയിരിക്കും വരിക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എന്റെ മക്കളെ ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂളുകൾ ഉണ്ട്, കൃത്യമായിട്ട് നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മനഃപ്പാടമാക്കിയിട്ട് പഠിക്കാണോ മക്കളെ? ഇതൊന്ന് പഠിക്കാം, മനഃപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നാളെ ആ ഒരു പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എന്ത് തന്നെ കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മളെ അടുത്ത ആ ഒരു സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം മക്കളെ. നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സെക്ഷന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഞാനിവിടെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ പല എക്സാമ്പിളുകളും എന്റെ മക്കളെ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം മക്കളെ? ക്ലിയർ ആക്കി മാറ്റുക. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യണ സമയത്ത് കൂട്ടലോ കുറയ്ക്കലോ അല്ലെങ്കിൽ കുടിക്കലോ ഹരിക്കലോ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഒരു മാർക്ക് പോലും പോകാൻ പാടില്ല മക്കളെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ ടു വേൾഡ്.